ആഴക്കടലിൽ വൻ ലഹരിവേട്ട. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറൻ തീരത്താണ് 2500 കിലോ ലഹരി വസ്തുക്കൾ പിടികൂടിയത്. 2386 കിലോ ഹഷിഷ് ഓയിലും 121 കിലോ ഹെറോയിനും പിടിച്ചെടുത്തിട്ടുണ്ട്. ജോയ്സ് ഡാനിയൽ വിവരങ്ങളുമായി. ജോയ്സ്, വൻ ലഹരി വേട്ടയാണ്. ആരാണ് ഈ ലഹരി കൊണ്ടുവന്നെന്നാണ് മനസ്സിലാക്കാനാകുന്നത്? എപ്പോഴാണ് ഈ പിടിച്ചെടുക്കൽ ഉണ്ടായത്? സ്മൃതി, ഈ കഴിഞ്ഞ മാസം 31-ാം തീയതി നടന്ന ഒരു തെരച്ചിലിനിടയിലാണ് നമുക്ക് ഈ ഒരു 2500 കോടി കിലോ വരുന്ന ലഹരി വസ്തുക്കൾ നേവി പിടിച്ചെടുത്തത്. ഇതിൽ 2386 കിലോ ഹാഷ് ഓയിലും 121 കിലോ ഹെറോയിനുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. നേവി സ്ഥിരമായി പരിശോധന നടത്തിവരുന്ന സ്ഥലത്ത് ഒരു ബോട്ട് സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുകയും പിന്നീട് അതിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്രയും വലിയ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിരിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തുവെന്ന് പറയുന്നുള്ളൂ. പക്ഷേ ഇത് എവിടുന്ന് വന്നു, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നേവി പുറത്ത് വിടാൻ തയ്യാറായിട്ടില്ല. ഏതായാലും ഇവരെ മുംബൈ പോലീസിന് കൈമാറിയ ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. സ്ഥിരമായി ഈ നേവിയുടെ സാന്നിധ്യം ഉള്ള ഈ ഇന്ത്യൻ നേവി സ്ഥിരമായി ഈ ഏരിയയിൽ പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു. ഈ പരിശോധനയ്ക്ക് ഇന്ത്യൻ നേവിക്ക് ഒരു പ്രത്യേക വിമാനമുണ്ട്, P-8I. അതിന്റെ പരിശോധന നടക്കുന്നതിനിടയിലാണ് ഈ വിമാനത്തിൽ ഇവിടെ സഞ്ചരിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നതിനിടയിലാണ് ഒരു ബോട്ട് അത് സംശയാസ്പദമായ രീതിയിൽ കടന്നു പോകുന്നതായി, അതും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറൻ തീരത്തൂടെ കടന്നു പോകുന്നതായി നേവിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇതിനെ തുടർന്ന് ഈ ബോട്ടുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ നിരീക്ഷണ വിമാനമായ P-8I ശേഖരിച്ച ശേഷം അത് പിന്നീട് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ആസ്ഥാനത്തേക്ക് അയക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യൻ നേവി ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇന്ത്യൻ നേവിയുടെ തന്നെ INS സർക്കാഷ് എന്ന കപ്പലും കമാൻഡോസുമായി ഈ ബോട്ടിനകത്ത് അടുത്തേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം അവിടെ നടത്തിയ പരിശോധനയിലാണ് 2500 കിലോഗ്രാം ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. നേവി തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്തിടെ നേവി നടത്തിയ ഏറ്റവും വലിയ ഒരു ലഹരി വേട്ട തന്നെയാണ് എന്ന് പറയേണ്ടി വരും. 2500 കിലോഗ്രാമാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ നേവിക്ക് ഒരു വലിയ പങ്ക് ഇതിൽ വഹിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾ ആരാണ്, എവിടെ നിന്ന് വന്നു ഈ ബോട്ട് എന്നടക്കമുള്ള വിവരങ്ങൾ ഇപ്പോഴും നേവി പുറത്ത് പറഞ്ഞിട്ടില്ല. ആഴക്കടലിൽ നടന്ന ലഹരി വേട്ടയുടെ വിശദാംശങ്ങളാണ് ജോയ്സ് ഡാനിയൽ നൽകിയത്.